സുബൈദ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുന്നതിനായി യോഗം ചേർന്നു. യോഗത്തിൽ NM നൗഫൽ സ്വാഗതം പറഞ്ഞു. മകരൻ സുബൈദ എന്ന സഹോദരി വയറ്റിൽ താമസിക്കുന്ന അവർ ക്യാൻസറിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള പേരൊന്നുകൂടെ എനിക്കൊന്ന് വായിച്ചു, മൈലോഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം കാരണം വളരെയധികം വേദന അനുഭവിക്കുകയാണ് അവർ. കുറേ നാളുകളായിട്ട് അവർ പല സ്ഥലങ്ങളിലും ചികിത്സ നടത്തുകയും ഇപ്പോൾ ആസ്റ്ററിലാണ് കാണിക്കുന്നത്. ആസ്റ്റർ, MVR, അതുപോലെ തന്നെ RCC തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർ ചികിത്സ നടത്തുകയും പക്ഷെ ഒരു കുറവുമില്ലാത്ത സാഹചര്യത്തിൽ ലാസ്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കുഞ്ഞബ്ദുള്ളയുടെ ഫാമിലി വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ശസ്ത്രക്രിയയുടെ ചെലവ് താങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെ കൊണ്ട് കൂടാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ അവർ കൈനീട്ടുന്നത്. നമ്മുടെ നാട്ടുകാരോടൊക്കെ അവർ വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇവിടെ കൂടിയിരിക്കുന്നത്. ഏകദേശം ആസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ പറഞ്ഞൊരു തുക എന്നുള്ളത് 20 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെ ആകുമെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രദർ സാലിക്ക അല്ലെങ്കിൽ അവരുടെ മക്കളാരെങ്കിലും അത് മജ്ജ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്രോസ് മാച്ചിങ് റെഡിയാകുമെങ്കിൽ അവർ കൊടുക്കാൻ തയ്യാറാണ്. സുബൈദ എന്ന് പറയുന്ന സഹോദരിയുടെ 2 മക്കളും അല്ലെങ്കിൽ അവരുടെ ബ്രദറും ഈ മജ്ജ കൊടുക്കാൻ തയ്യാറാണ്. അപ്പം അവർ കൊടുത്ത് അവരുടെ ഒരു ക്രോസ് മാച്ചിങ് അതൊരു 65% ക്രോസ് മാച്ചിങ് ആവും. അതാകുമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 20 തൊട്ട് 25 ലക്ഷം വരെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഡോക്ടർമാർ തരുന്ന എസ്റ്റിമേറ്റിനേക്കാൾ 2-3 ലക്ഷം കൂടാറാണ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവുക. അപ്പം ആ ഒരു തുകയിൽ നിൽക്കും. അതിനപ്പുറം അത് ക്രോസ് മാച്ചിങ്ങിൽ അവർ റെഡിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോണറെ പുറത്തുനിന്ന് കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 40 ലക്ഷം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ലക്ഷം കൂടാനുള്ള ഒരു സാഹചര്യമുള്ളൂ. ഈ ഒരു തുക എങ്ങനെയൊക്കെ കൂട്ടിയാലും കുഞ്ഞബ്ദുള്ളയുടെ ഫാമിലിക്ക് കഴിയില്ല. നമുക്കറിയാം കുഞ്ഞബ്ദുള്ള നമ്മുടെ കുഴിമങ്കാരനാണ്. ഇവിടെ കാക്കഞ്ചാല താമസിച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ വൈക്കരയിലാണ് താമസം. അദ്ദേഹം ഒരു ചെറിയൊരു ഹോട്ടലിൽ ഹെൽപ്പറായിട്ട് പണിയെടുത്തിട്ടാണ് കുടുംബം കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്രത്തോളം ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ലാസ്റ്റ് അവർ ഇപ്പോൾ ഹാസ്റ്റലിൽ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മളതിൻ്റെ ഒരു റിപ്പോർട്ടുമായിട്ട് നാളെ ഒന്ന് അമൃത ഹോസ്പിറ്റലിലൂടെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഈ ഒരു ചികിത്സയുടെ ഏറ്റവും നല്ല ഡോക്ടർ എന്നുള്ളത് അമൃതയിലാണുള്ളത്. ഈ മജ്ജമാറ്റി ശസ്ത്രക്രിയയിൽ ഏറ്റവും നല്ല ഡോക്ടർ, അല്ലെങ്കിൽ പിന്നെ സൗത്ത് ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ വെല്ലൂരാണ്. വാർഡ് മെമ്പർ ലൈസമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ചെറുപുഴ തന്നെ നമ്മൾ 40 ലക്ഷം രൂപ സമാഹരിച്ച് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പം മനോജിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. എന്നിരുന്നാൽ തന്നെയും നമ്മളെക്കൊണ്ട് നോക്കിയാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. നമ്മൾ മലയാളികൾ നല്ല മനുഷ്യരാണ്. ഇതും അതുപോലെ ഏതു വിധേനയും കണ്ടെത്തി ആ ഒരു സഹോദരിയെ നമ്മൾ കഴിയുന്ന വിധം സഹായിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ വാർഡിലാണെങ്കിലും നമുക്ക് കൂടുതലും നമുക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ടാകും. നമ്മുടെ ഇപ്പം നമുക്കറിയാം, സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഈ നമ്പർ നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെയൊക്കെ ഇതിലേക്ക് അംഗങ്ങളാക്കിക്കൊണ്ട് ഏത് വിധേനയും നമ്മൾ ഫണ്ട് കണ്ടെത്തി ആ സഹോദരിയെ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയമാക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പാണക്കാട് മുക്താർ അലി ശിഹാബ് തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ചികിത്സാർത്ഥം ചികിത്സയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ആളുകൾ എത്തിച്ചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. സുബൈദ ഞങ്ങളുടെ ആളാണ്. മീൻസ് ചെറുപുഴ പഞ്ചായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ചെറുപുഴ പഞ്ചായത്തിൽ നിന്ന് അവരുടെ സാമ്പത്തിക നിലയെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയാം. അവർക്ക് ലൈഫിൻ്റെ വീട് ചെറുപുഴ പഞ്ചായത്താണ് അനുവദിച്ചത്. സ്ഥലം കിട്ടിയത് പെരിങ്ങോത്തായതുകൊണ്ട് അവർ പെരിങ്ങോം പഞ്ചായത്തിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മറ്റ് കുടുംബാംഗങ്ങളെയൊക്കെ പുളിങ്ങോത്തുള്ള ആളുകളെയൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ ആ സഹോദരിയുടെ രോഗം വളരെ വേഗം ഭേദപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രമം. NM നൗഫൽ കൺവീനറായി 35 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ചെയർമാൻ ലൈസമ്മ തോമസ്, കോർഡിനേറ്റർ സുബിൻ മാത്യു, ട്രഷറർ മഹമ്മൂദ് ഹാജി, വൈസ് ചെയർമാൻമാർ മുസ്തഫ മാസ്റ്റർ, അലിയാർ കുട്ടി, ജോയിന്റ് കൺവീനർമാരായി TV സഫ്വാൻ, TV അൻസാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി MLA TI മധുസൂദനൻ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, അഹമ്മദ് കബീർ തങ്ങൾ, പാണക്കാട് മുക്താർ അലി ശിഹാബ് തങ്ങൾ എന്നിവരെയും തെരഞ്ഞെടുത്തു. കുഞ്ഞബ്ദുള്ള എന്നവരുടെ ഭാര്യ സുബൈദ എന്നവരുടെ
മജ്ജമാറ്റുവെക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സാ സഹായം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു മീറ്റിംഗാണ്. ഏതായാലും സർവശക്തനായ റബ്ബിതൊക്കെ വിജയിപ്പിച്ച് തരട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഈ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം സഹായം എന്നുള്ളത് പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ തന്നെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ ബഹുമാനിക്കേണ്ട ആവശ്യകതയും അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇതിലേക്ക് ബന്ധപ്പെട്ടിറങ്ങിയാൽ അതൊരു വലിയ ഒരു വിജയത്തിൻ്റെ തുടക്കം തന്നെയാകും. ഏതായാലും നമ്മളൊക്കെ കൂടിയിരിക്കുന്നത് ആ സുബൈദ എന്ന സഹോദരിയുടെ മജ്ജമാറ്റുവെക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ നൗഫൽ സാഹിബ് ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും നമ്മളൊക്കെ ഒരുമിച്ച് കൊണ്ട് ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പറഞ്ഞ തുക സംഘടിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യന്മാർക്ക് വരുമ്പോൾ ആ മനുഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഇതൊക്കെ പൂർത്തീകരിച്ചു. സുബൈദയുടെ ചികിത്സയ്ക്കായി ആവശ്യമായ 40 ലക്ഷം രൂപ സമാഹരിക്കുന്നതിനായി എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു.